വായനാ ദിനം ആചരിക്കും. ആ ദിവസം പോലെ ഒരു ചടങ്ങാക്കി മാറ്റിയിരിക്കുകയാണ് നമ്മുടെ സമൂഹം ഇന്ന് ഈ രാമായണ മാസാചരണം എന്ന് പറയുന്നത്. ആരെങ്കിലും ഈ രാമായണം എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഇതിഹാസത്തിലെ വിവിധ കഥാരൂപങ്ങളെ കുറിച്ചും കഥാമുഹൂർത്തങ്ങളെ കുറിച്ചും കഥാപാത്രങ്ങളെ കുറിച്ചും മനസ്സിലാക്കാനുള്ള ഒരു മാസക്കാലമായിട്ട്, കർക്കിടക മാത്രമേ രാമായണം വായിക്കാവൂ എന്നുള്ളതല്ല, ഇല്ലേ? നാലമ്പല ദർശനം കർക്കിടക മാസത്തിൽ മാത്രമേ നടത്താവൂ എന്നുള്ളതല്ല. പക്ഷെ എല്ലാവരും നാലമ്പല ദർശനം നടത്തുന്നത് കർക്കിടക മാസത്തിലാണ്. ഈ ലക്ഷ്മണനും രാമനും ഭരതനും ശത്രുഘ്നനും എല്ലാം ഈ 4 ക്ഷേത്രങ്ങളിലുണ്ട്, ബാക്കി എല്ലാ മാസങ്ങളിലും. പക്ഷെ നമ്മുടെ ആളുകൾ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നു, കർക്കിടക മാസത്തിൽ രാമായണ പാരായണം നടത്തുന്നു, കർക്കിടക മാസത്തിൽ ഔഷധക്കഞ്ഞി കുടിക്കുന്നു. പിന്നെ ഔഷധക്കഞ്ഞിക്ക് പിന്നെ നമ്മുടെ ആ സീസണുമായി ബന്ധപ്പെട്ട ഒരു കണക്ഷൻ ഉണ്ട്. ഈ മാസം നമ്മൾ ആഹാരം ഏത് രീതിയിൽ അനുഷ്ഠിക്കണമെന്നുള്ള ഒരു കാലവുമായി ബന്ധപ്പെട്ട ഒരു പറച്ചിലുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. എന്നാൽ ഈ രാമായണത്തിലെ കഥാപാത്രങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട ചില മുഹൂർത്തങ്ങളും കഥാപാത്രങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഇന്നത്തെ സമകാലിക ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കുടുംബ ബന്ധങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള കാവ്യമാണ് രാമായണം എന്ന് പറയുന്നത്. പിതാവും മകനും തമ്മിലുള്ള ബന്ധം ഒന്ന് ചിന്തിച്ച്, ഇപ്പോഴത്തെ ഏതെങ്കിലും മക്കളോട് പിതാവ് പറയുകയാണ്, നീ ഒരു 2 മാസക്കാലം ഈ വീട്ടിൽ നിന്ന് ഒന്ന് മാറി നിൽക്കാൻ, എന്തിന് ഒരാഴ്ചക്കാലം നീ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ ഏതെങ്കിലും പിതാവ് പറഞ്ഞാൽ പുത്രൻ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കി. അവിടെ ദശരഥനും രാമനും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം, തന്റെ പിതാവിന്റെ ആജ്ഞയനുസരിച്ച് അല്ലെങ്കിൽ പിതാവിന്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി എല്ലാ സന്തോഷങ്ങളും വിട്ടൊഴിഞ്ഞ് വനവാസത്തിന് പോകുന്ന ആ പുത്രനെ നമ്മൾ മനസ്സിലാക്കണം, അല്ലേ? അതുപോലെ തന്നെ അനുജൻ, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം നമുക്കറിയാം. പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്നുണ്ട്, ഓരോ കുടുംബങ്ങളിൽ നടക്കുന്ന ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള വിഷയങ്ങളെ കുറിച്ച് നമ്മൾ അറിയുന്നുണ്ട്. ഇവിടെ ആ രാമനും ലക്ഷ്മണനും തമ്മിലുള്ള ബന്ധം, രാമൻ വനവാസത്തിന് പോകുമ്പോൾ ലക്ഷ്മണൻ അതോടൊപ്പം തന്നെ സഹയാത്രികനായിട്ട് പോകാനായിട്ട് പുറപ്പെടുമ്പോൾ സുമിത്ര പറയുന്നുണ്ട്, ഇനി അയോധ്യ എന്ന് പറയുന്നത് വനമാണ്, ഇനി നിന്റെ പിതാവ് എന്ന് പറയുന്നത് ശ്രീരാമനാണ്, നിന്റെ മാതാവ് എന്ന് പറയുന്നത് ജ്യേഷ്ഠത്തിയായ സീതാദേവിയാണ് എന്ന് പറഞ്ഞ് യാത്ര ചെയ്യിക്കുന്ന സുമിത്രയെ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ മഹത്തായിട്ടുള്ള സഹോദര സ്നേഹം നമുക്ക് വിളിച്ചോടുന്ന സന്ദർഭങ്ങൾ രാമന്റെയും ലക്ഷ്മണന്റെയും ആ ഒരു ബന്ധത്തിലൂടെ നമുക്ക് പറയാം. കൈകേയിയെ സംബന്ധിച്ച് നമുക്കറിയാം, ശ്രീരാമന്റെ പട്ടാഭിഷേകത്തിൽ വളരെയധികം സന്തോഷിച്ച അമ്മയാണ് കൈകേയി എന്ന് പറയുന്നത്. ആ കൈകേയി സന്തോഷത്തിന്റെ സൂചകമായിട്ട് മന്ദരയ്ക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ സമർപ്പിക്കുന്നുണ്ട്. ആ സമയത്താണ് മന്ദര എന്ന് പറയുന്ന സ്ത്രീ എന്ന് പറഞ്ഞു കൊടുക്കുന്നു, യേശുവിന് പറഞ്ഞു കൊടുക്കുന്നു. ഇന്നും നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മന്ദരമാര് ഇത്തരത്തിലുണ്ട്. കുടുംബം കലക്കുക എന്ന് പറയുന്ന മന്ദരമാര് നമ്മുടെ സമൂഹത്തിലുണ്ട്. അത്തരത്തിലുള്ള മന്ദരമാരെ കുറിച്ച് നമ്മൾ തിരിച്ചറിയണം. ഒരു വീട്ടിലെ ചെറിയ കാര്യങ്ങൾ വലുതാക്കാൻ